ബാക്കിയുള്ളവരെല്ലാരും അങ്ങനെ അങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഇന്ന് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നിങ്ങളൊന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കണമെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മദേഴ്സ് ഡേ ആണ്. അപ്പൊ ഞങ്ങള് എല്ലാ മദേഴ്സും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു. ഓക്കെ കള്ളവീട്ടിലോട്ട് കാണില്ല. തുളസി പോലെ അമ്മയല്ലേ ചേച്ചിയാ ടീച്ചർ മദറാണ്. ജനിച്ച കാലം തൊട്ട് ഇന്ന് വരെ എന്റെ അമ്മ എന്നെ വേദനിപ്പിച്ചിട്ടില്ല, പിണങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ മക്കളെ നന്നായിട്ട് പിണങ്ങുന്നുണ്ട്, വഴക്ക് പറയാനുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു മദർ, ഒരു ഗേളിനെ ശരിക്കും അമ്മ എത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ടാവും ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോരുമ്പോ ആ അമ്മ എത്രത്തോളം ബുദ്ധിമുട്ടിയായിട്ട് നമ്മളെ വളർത്തിയേക്കണേന്ന് ഒരു മകൾക്കേ മനസ്സിലാവുള്ളൂ കൂടുതലും. കാരണം അവര് കുഞ്ഞുങ്ങള് രണ്ടാമത് അവര് കുഞ്ഞുങ്ങളായി അവരെ അമ്മമാരാകുമ്പോ ആ ഒരു മാതൃത്വത്തിന്റെ ആ ഒരു ഇത് അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾക്ക് ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ, ഗ്യാസ് സ്റ്റവ് എല്ലാം നമുക്ക് ഉണ്ട്. അതൊന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഈവൻ ഇഫ് നമുക്ക് ഫുഡ് ഇല്ലെങ്കിൽ പോലും ഓർഡർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അന്നൊക്കെ അതും ഇല്ല, പട്ടിണിയാണ്, പരിഭവങ്ങൾ. ആ ഇടയ്ക്കും മക്കളെ വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടി അവരുടെ ലൈഫ് ഒഴിഞ്ഞു വെച്ച കുറെ വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. അങ്ങനെ ആയിരിക്കാം നമ്മുടെ ജനറേഷൻ കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. കാരണം കൂടുതലും അവരവരുടെ സന്തോഷങ്ങൾ കാണാൻ സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഇവര് അങ്ങനെ ഒന്നും കണ്ടെത്താണ്ട് അവരമ്മമാര് മക്കൾക്ക് വേണ്ടി സ്വയം ഭർത്താക്കന്മാരിൽ പോലും ചിലപ്പോൾ അത്രത്തോളം സ്നേഹം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പരിഗണന കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും അവര് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. തിരിച്ച് നമ്മളും അതുപോലെ സ്നേഹം അവരോട് കാണിക്കണം. എന്നാലേ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോയിനേക്കാളും കൂടുതൽ ഒരു ഗേളിനായിരിക്കും അത് മനസ്സിലാവുക. കാരണം ആ ഒരു നടന്നു വന്ന ത്രൂ സ്റ്റേജസ്. അപ്പൊ നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ചിലപ്പോൾ കൊച്ചുങ്ങളെ കിടത്തിയിട്ടായിരിക്കും അവര് ആരും നോക്കാനുണ്ടാവില്ല. ഇന്നിപ്പോ നോക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. ഡെലിവറി കഴിഞ്ഞാലും ശുശ്രൂഷകള്, എല്ലാ പരിചരണങ്ങള്. അപ്പൊ ഇപ്പൊ നോക്കാൻ ഇവിടെ കിടത്തിയിട്ടാവും അവരടുക്കളയിൽ പോയി അവർക്ക് ഫുഡ് ഉണ്ടാക്കണം. അമ്മയാണെങ്കിലുണ്ടല്ലോ ഇന്നേ വരെ അമ്മയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാല് അമ്മ വഴക്ക് പറഞ്ഞിട്ടില്ല, തല്ലിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ച് വളർത്തിയതാ. പക്ഷെ എന്നാലും ഞങ്ങൾ അമ്മയെ വഴക്ക് പറയും, നല്ല പിണങ്ങുകയും ചെയ്യും. നല്ലോണം അമ്മക്ക് കിട്ടാറുണ്ട്. അത് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയത്. അത് അമ്മ വേറെ ഒന്നുമല്ല, അമ്മ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറയും അത് സമ്മതിച്ച് തരില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോ മാത്രമേ ഞങ്ങൾ അമ്മനെ എന്തെങ്കിലും പറയാറുള്ളൂ. ബാക്കി ഞങ്ങള് ലൈഫില് അങ്ങനെ വേറെ ആരെ പറ്റി ഞാൻ പറയണില്ല. പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് അമ്മയെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അമ്മേന്റെ എവറിത്തിങ് ആണ് എല്ലാം. എനിക്ക് മാത്രമല്ല, ഞാൻ ഒരു വേണ്ടിയാണ് സംസാരിക്കുന്നത്, അയൽവാസിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, ഒരു വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ 3 പേരും അമ്മേനെ അത്രക്കധികം സ്നേഹിക്കുന്നുണ്ട്. അച്ഛനെ സ്നേഹിച്ച പോലെ തന്നെ ഞങ്ങൾ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അമ്മ എക്സ്പ്രസീവ് അല്ല. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഹഗ് ചെയ്യുമ്പോ അച്ഛനാണെങ്കിൽ എപ്പോഴും നമുക്ക് ഓടിച്ചത് ഹഗ് ചെയ്യാം, ഉമ്മ വയ്ക്കാം, അച്ഛൻ്റെ കൂടെ കിടക്കാം. ഞങ്ങളെ കുളിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും അച്ഛനാ ചെയ്യുന്നത്. പക്ഷെ അമ്മ അങ്ങനെ നമ്മുടെ കൂടെ ഞങ്ങൾ കിടന്നിട്ടില്ല, അമ്മനെ ഹഗ് ചെയ്യാറില്ല, അമ്മനെ കിസ് ചെയ്യാറില്ല. പക്ഷെ എല്ലാം ഞങ്ങൾ അച്ഛന് ചെയ്യാറുണ്ട്. എന്നാലും അമ്മ ഞങ്ങളുടെ മമ്മി. മൂന്ന് മക്കളും അമ്മയോട് വളരെയധികം കിടക്കും. ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിന്റെ ബാക്ക് ബോൺ ഞങ്ങളുടെ അമ്മയാണ്. അമ്മ
അമ്മ അടുക്കളക്കാരൊക്കെ കഷ്ടപ്പെട്ട് അമ്മ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിന്നോട് മാത്രം. അച്ഛന് കുറെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും ആ സമയത്ത്. പക്ഷെ അമ്മയ്ക്ക് വേണമെങ്കിൽ അച്ഛൻ ഇട്ടിട്ട് പോവായിരുന്നു. അച്ഛൻ ദേഷ്യപ്പെടുന്നു വേണമെങ്കിൽ പോവാം. പക്ഷെ അച്ഛൻ അതുപോലെയായിരുന്നു. എന്നാലെല്ലാം അമ്മ അതേപോലെ ഞങ്ങളെ നോക്കി ഇത്രയാക്കി. ഇനി ഞങ്ങളെ ലൈഫിൽ ഹാപ്പി ആണെങ്കിൽ അത് ഞങ്ങളാ കാരണം ഇവര് തന്നെയാട്ടോ. സ്മോൾ ടോക്കൺ ഓഫ് ലവ്. താങ്ക് യു. ഡോണ്ട് ക്രൈ മമ്മീസ്. 2 വാക്കും കൂടി പറഞ്ഞേക്കട്ടെ. ഈ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ അമ്മമാര് തന്നെയാട്ടോ. ഇവരെ ഓരോരുത്തരെയും പറയണെങ്കിൽ അമ്മ ചിറ്റാമ്മമാര്, ചിറ്റ, ഈ ചേച്ചിയമ്മ എല്ലാരും അതേപോലെ തന്നെ ഒരുപാട് സഫർ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. പച്ചാച്ചക്ക് അതിന്റെ കൂടെ ഒരു താങ്ക്സ് ഞാൻ പറയാണ്. കാരണം പച്ചാച്ച വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ലൈഫ് കണ്ടാൽ തന്നെ നമുക്കറിയാലോ. അതുകൊണ്ട് ഈ കാണുന്നത് പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ലൈഫിൽ പിള്ളേരും. ആ ഒരു കുറെ പാഠങ്ങള് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് കുടുംബം എപ്പോഴും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. സന്തോഷം നിറക്കാൻ ശ്രമിക്കണം. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി. നെഗറ്റീവ് എല്ലാം തള്ളിക്കളയാം. അതൊന്നും നമ്മുടെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, കാര്യങ്ങളോ പറയ്. ഒത്തിരി ഏറ്റവും അമ്മയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാത്തൊരു അമ്മയില്ലേ? അത് പറയ്. മക്കളെല്ലാവരും എനിക്കിഷ്ടമാണ്. എന്റെ മക്കളെ അച്ഛനെ ചിറ്റല്ല പോ. കൊച്ചാച്ച മതം സന്തോഷം കൊണ്ട് സന്തോഷം. അമ്മ എന്നും ഇമ്പോർട്ടന്റ് ആണ്. അമ്മയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. ആദ്യം എനിക്ക് ഏറ്റവും താങ്ക്സ് പറയുന്നത് മദേഴ്സ് ഡേക്ക് അമ്മക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഉമ്മയെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്രയും ഇങ്ങനെ എല്ലാവരും കൂടി വന്ന് ആ ഒരു പരിപാടി കളർ ഓക്കെ. അതിപ്പോ ശ്രീപൊടി ചേച്ചി വേറെ ആരെങ്കിലും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫാമിലിയിൽ അല്ലേ? There is no one in place ഒരു ശരിയല്ലേ? ഓക്കെ. കാര്യം എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. ഐ മീൻ എന്റെ ജോലി അതാണ്. 100-200 ആളുടെ മുകളിലാണെങ്കിൽ ഞാൻ സംസാരിക്കും. പക്ഷെ ഇവിടെ ഇത്രയും പരിചയമുള്ള ആൾക്കാരുടെ സംസാരിക്കും എനിക്ക് ഇപ്പൊ നെർവസ് ആണ്. കാരണം മദേഴ്സ് ഡേ ആയതുകൊണ്ടും മദേഴ്സിനെ പറ്റി പറയേണ്ടതുകൊണ്ടും. ഇപ്പൊ ചേച്ചി പറഞ്ഞ കുറെ കാര്യങ്ങൾ എലിമിഷനെ പറ്റി പറഞ്ഞത് തന്നെ നമ്മുടെ കാര്യത്തില് നിങ്ങൾ അത് തന്നെ ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം നമ്മുടെ കാര്യത്തില്. വേറെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് അതൊന്നും ഞാൻ പറയണ്ട. ഞാൻ നെർവസ് ആണ് ശരിക്കും. ഇപ്പൊ മറ്റേ പാട്ട് കേട്ടില്ലേ? മറ്റേ ആ പാട്ടിൽ എക്സാക്ട്ലി അതാണ് അമ്മച്ചി. ആ പാട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന പാട്ടാണ്. ലൈക്ക് നമ്മുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും ഇങ്ങനത്തെ ഡേയ്സിലേക്ക് ആണെങ്കിലും ആ പാട്ട് ഞാൻ കേൾക്കാറ്. പിന്നെന്തിട്ടാണ് വേറൊന്നുമില്ല. അതില് മമ്മൂട്ടി എങ്ങനെയാണോ അതുപോലെ ലൈഫ് ലോങ് ഇരിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം. എല്ലാവരും ഉണ്ടാവും. വെല്ലുവിളിച്ചാണെങ്കിലും ചിറ്റാണെങ്കിലും ഇവിടെ ഇല്ലാതെ വരാൻ പറ്റാതെ പോയ ഉണ്ട്. പിന്നെ രതിയാണ്ടി അവരെ എത്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ വിളിച്ചില്ല. മന്നത്താറ്റി ഇതുപോലെ തന്നെ അമ്മ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടേക്കണതും മന്നത്താറ്റീനെ പിന്നെ വെല്ലുമിച്ചിനെ കണ്ടേക്കണം. അപ്പൊ അവരത് അത്തയെ പോലെ തന്നെ അമ്മനെ പോലെ തന്നെ എന്നെയല്ല ഇവനെ ആണെങ്കിലും
അയൽവാസിനാണെങ്കിലും എന്താണ് എല്ലാവരും ഒരേപോലെ ശരിയാണ് രതിയാക്കി അങ്ങനെ എല്ലാവർക്കും ഒരു മദറാണ് അവിടെ വന്നിട്ട് ഞങ്ങൾ ചെന്നാലും അതും അമ്മ തന്നെയാണ്. ഇനി ഇരിക്കണൊക്കെ ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തോ പാവം അമ്മമാരാ. ഞാനൊരു അമ്മയായപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഇവരെങ്ങനെയാ ഞങ്ങളെ വളർത്തിയത്. എനിക്ക് ദേഷ്യപ്പെടാൻ വരും, പല ഫ്രസ്ട്രേഷൻസ് വരും. പക്ഷെ ഇതുങ്ങളൊക്കെ അപ്പോഴും ഗീതം ചിറ്റാമ്മയൊക്കെ മോനെ വാവേ ഇപ്പൊ ചിറ്റയൊക്കെ തന്നെ ആണെങ്കിൽ അയ്യോ എടാ കഴിച്ച മോനെ വെള്ളം ചോദിച്ചാ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കണെങ്കിലും അയ്യോ ഇന്നാന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുത്തു. ഞാനൊക്കെ അങ്ങനെ ടി വി കണ്ടിരുന്നോണ്ട് മോനെ വെള്ളം കൊടുത്തു. അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും അമ്മൂന്റെ മനസ്സിൽ എന്താണ് നമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കൊടുക്ക. ടീച്ചർ DTC ഒക്കെ പഠിക്കുന്ന ആള് നേരത്തെ അപ്പ പറഞ്ഞ പോലെ തന്നെ എന്താണ് എന്റെ ഉമ്മ നല്ലതാണ്, എനിക്ക് ഇഷ്ടമാണ്, കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്വഭാവം വളർത്ത് ഇരിക്കുന്ന എല്ലാ അമ്മമാരും ചോദിച്ചൊക്കെ അറിയാം ഭയങ്കര പാവമാണ്. എന്റെ അമ്മ നേരെ ഓപ്പോസിറ്റ് ആണ്. But still I love my mom so dearly. ഭയങ്കര പേടിയാണ്. താങ്ക് യു. അതിന് മക്കളെ പറ്റി പറയണ്ട. മക്കളുടെ സ്നേഹം തിരിച്ചറിയുന്നത് സന്തോഷം കിട്ടിയ വളരെ വളരെ ഒരു സന്തോഷമായി. നിങ്ങളെന്നും നന്നായിരിക്കണം, അത് മാത്രമേ ഞങ്ങൾക്ക്. അല്ല നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഇപ്പോഴൊന്നുമില്ല. ഞങ്ങൾക്ക് കോരുന്നു. ക്ലിപ്പ് വിഷ് വിഷ് മദേഴ്സ് ഡേ. എല്ലാ മദേഴ്സ് ഡേ നിർത്തിയ സെലിബ്രേഷൻ ആണ്. മുഖം കാണിച്ചേ. വിത്തൗട്ട് ചായ വേണോ? അയ്യവാച്ചാ, എല്ലാവരും മദേഴ്സിനെ പറ്റി 2 വാക്ക് സംസാരിച്ചു. നിന്റെ ഊഴാണ്, നീ പറഞ്ഞിട്ടിരിക്കും. അയ്യോട്ടാ പറയവാച്ചാ എന്തെങ്കിലും 2 വാക്ക്. പറയാനൊന്നുമില്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ പറയാനായിട്ടൊന്നും കിട്ടണില്ല. പക്ഷെ ഞങ്ങളുടെ അമ്മനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ആ അമ്മ പാവമാണ്. അമ്മേന്റെ ഒരു മരുമോളെ പോലെയല്ല, മോളെ പോലെയാണ് കാണുന്നത്. മോളെ പോലെയല്ല, കൊച്ചിനെ പോലെയാണ്. അതെ, വഴക്കിട്ടപ്പോ തന്നെ ഞാൻ അമ്മയെ കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ്. ലക്ഷ്മിയുടെ അമ്മേനെ വിഷയം ഉണ്ടായിരുന്നു. അമ്മ തിരക്കൊക്കെ ആർക്കും വന്നത്. ഹാപ്പി മദേഴ്സ് ഡേ. ലക്ഷ്മിയുടെ അമ്മയ്ക്കോ? അമ്മമാരാകാൻ കാരണമായത്, അതുകൊണ്ട് അച്ഛന്മാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ലക്ഷ്മിയുടെ അമ്മയ്ക്ക് അമ്മക്ക് എല്ലാരും കൊടാ